എന്നത്തെയും പോലെ ഇന്ന് ഞാൻ ഒരു പുതിയ ദിവസത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന് കാരണക്കാരനായ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദിവസം തുടങ്ങാണ്ട. അമ്മാവന്റെ റൂം കയ്യേറിയ കാരണം കൊണ്ട് ഞാനിപ്പോ എടുക്കുന്നത് ചേട്ടന്റെ മുറിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോ അച്ഛൻ കാലത്തെ തന്നെ കുറെ നേന്ത്രക്കൊല മേടിച്ചു കൊണ്ടുണ്ടാവും. ഇതൊക്കെ ഓരോ പാർട്ടി ഓർഡർ പറഞ്ഞല്ലാട്ടാ, അതൊക്കെ ഞാൻ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മാമ്മ ഭയങ്കര തപ്പിത്തരച്ചിലാണ്. വേറൊന്നുമല്ലാട്ടാ, ഈ കാണുന്ന കത്തിക്ക് വേണ്ടിയിട്ടാണ്. കത്തി എടുത്ത് കൊടുത്തപ്പോ അമ്മമ്മ വിചാരിച്ചു ഞാൻ ഒളിപ്പിച്ചേക്കാന്ന്. എന്നെ തല്ലാള വരവാണ്ടാ കാണും. കാലത്തെ എണീറ്റാ തന്നെ ഉള്ളി നന്നാക്കലാണ് അമ്മമ്മയുടെ മെയിൻ പരിപാടി. തല്ല് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ അതേ അമ്മ അവിടെ നിന്നിട്ട് എന്തോ നനയ്ക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് കോയിലപ്പം കവറിലാക്കാണെന്ന്. ഈ പലഹാരം നേരത്തെ കൊടുത്തേക്കുള്ള കാരണം കൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്തത്. അല്ലെങ്കിൽ പണിക്കാരൊക്കെ വന്നിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. പലഹാരം കവറിലാക്കണേക്കാറ്റും ഒട്ടിക്കാനാണ് എനിക്കിഷ്ടം. ഒട്ടിച്ച പലഹാരമൊക്കെ എടുത്തിട്ട് നേരെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഇനി അതൊക്കെ ബോക്സിലാക്കിയിട്ട് വേണം ബസ് കയറ്റി വിടാൻ. ഒട്ടിച്ചത് കൊണ്ടുവച്ചപ്പോ തന്നെ പറഞ്ഞു ദേ ഈ ഒരു പെട്ടിയുണ്ട്, ഈ പെട്ടിന് ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. നമ്മുടെ ഈ പറക്കും തളികയിൽ സ്ഥലം കുറച്ച് കുറവായ കാരണം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി സെയിൽ ചെയ്യാറ്. പെട്ടിയിലുള്ളത് ലഡും ജിലേബി കേട്ടാ, അതങ്ങനെ വീട്ടിൽ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു. നേരത്തെ നമ്മൾ ഒട്ടിച്ച പലഹാരമൊക്കെ അച്ഛൻ പെട്ടി കെട്ടിട്ട് വണ്ടിയിൽ കയറ്റി ബസ് കയറ്റി വിടാൻ പോകട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അങ്ങനെ ഞാനും അതിൽ കുത്തിപ്പിടിച്ച് കയറി. റോഡ് പിന്നെ നല്ല റോഡായ കാരണം കൊണ്ടും യാത്ര ഭയങ്കര സുഖമായിരുന്നു. ഈ കാണുന്ന പലഹാരമൊക്കെ നമ്മൾ കോഴിക്കോട്ടേക്ക് ബസ് കയറ്റി വിടാൻ പോകട്ടാ. അങ്ങനെ കുറച്ചേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബസ് എത്തിയിട്ടാ. അച്ഛൻ കയ്യും കാലൊക്കെ ഇട്ട് കാണിച്ച് വണ്ടിക്കാരെ എങ്ങനെയൊക്കെ നിർത്തി. ബസ്സുകാരെ കാര്യം അറിയാലോ, ഓരോ സെക്കൻഡ് അവർക്ക് ഭയങ്കര വിലപ്പെട്ട കാരണം കൊണ്ട് നമ്മൾ ഷടപടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ പലഹാരം പുതിയ എന്താ കാരണം വെച്ചാല് എന്തെങ്കിലും നനവോ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാട്ടാ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ സാധനം ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി കയറി നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ എത്തിയപ്പോ പിന്നെ നല്ല വിശപ്പുണ്ടായി. അപ്പൊ പിന്നെ കുറച്ച് കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു. കഞ്ഞി കുടി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ കാലത്തിറക്കി വെച്ച കായക്കൊലയൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു. അങ്ങനെ അതും കയറ്റി എടുത്ത് വൈകുന്നേരം ആയപ്പോ പിന്നെ നമ്മൾ വർക്കിംഗ് ഡ്രസ്സ് ഇട്ട് പണിക്കാറ്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ കയ്യിൽ എത്രത്തോളം തൈയുണ്ടെന്ന്. അപ്പൊ അത് വെക്കാനായിട്ട് ഇറങ്ങിയേക്കാട്ടാ. നമ്മളെല്ലാ പ്രാവശ്യം ഈ റെയിൽവേയുടെ സൈഡിലാണ് കൃഷി ചെയ്യാറ്. എല്ലാ പ്രാവശ്യത്തും പോലെ നമ്മൾ വെക്കാറുള്ളത് ചീരയാണ് ഇവിടെ. അപ്പൊ ഇപ്രാവശ്യം ചീര തന്നെയാട്ടാ നമ്മൾ വെച്ചുള്ളത്. ഒരു സൈഡിൽ ചീരയും പിന്നെ വെണ്ടയും പിന്നെ തക്കാളിയാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചുള്ളത്. ഇവനാണ് ബ്രിട്ടോ. ഇവന്റെ കയ്യിൽ നിന്ന് ഷെയ്ക്കൻഡ് മേടിക്കാനാണ് അമ്മ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഷെയ്ക്കൻഡ് ഒക്കെ കൊടുത്തു. അപ്പൊ ഓക്കെ ബൈ ട്ടാ, അടുത്തൊരു വീഡിയോയിൽ കാണാം.